ഗോഡ്, പേടിച്ചോ? അനു, ഹലോടാ, വെൽക്കം. ഷിയാസ്ക, ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളേക്ക് നേരിട്ട് കാണുന്നത്. ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര നേരം എല്ലാവരും നിങ്ങളൊന്ന് കാണാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, കുറെ പേര് എത്തിച്ചു നോക്കുന്നു, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു. കാരണം നിങ്ങൾ വരുമല്ലോ സ്റ്റേജിൽ. അങ്ങനെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുടെ നടുവിലാണ് നിങ്ങൾ ഫൈനലി എത്തിയിരിക്കുന്നത്. ഇപ്പോ എല്ലാവർക്കും കൂടെ നമ്മുടെ ഒരു എനർജി കാണിക്കാനുള്ള ഒരു ടൈമാണ്. ഒരു കൗണ്ട് ഡൗൺ തന്ന നമ്മുടെ സ്നേഹവും സന്തോഷവും ഒന്ന് അറിയിച്ചാലോ? 3, 2, 1, a very big round of applause for Anu Mol and Shiyas Karim. നല്ലൊരു കൈയടി നമുക്ക് അവർക്ക് കൊടുക്കാം. താങ്ക് യു. ആൻഡ് ഷിയാസ്ക, അനു, നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഫസ്റ്റ് ഷിയാസ്കയോട് സംസാരിപ്പിക്കാൻ പറയണം. ഇത് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. കാത്തിരിക്കുന്ന അനുമോളെ ഷോപ്പിംഗ് അല്ല, സോറി, ആലുവ. ഓക്കെ, എന്റെ ശബ്ദം അവിടെ എപ്പോഴും കേൾക്കുന്നതാണ്. കാരണം ഞാൻ തൊട്ടപ്പുറത്ത് സ്റ്റാറ്റസ് മെൻഷനൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഞാൻ വന്ന് അതിന്റെ എന്നെ അങ്ങനെ വലിയ പരിചയമില്ലാത്ത ആൾക്കാരൊന്നുമില്ല ആലുവയില്. ഞാൻ ആലുവയിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബിഗ് ബോസ് ആദ്യമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സന്തോഷം എന്താണെന്നറിയോ? അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട് കേട്ടോ, നിങ്ങൾക്കുള്ളതിനേക്കാൾ. ഇത് എന്റെ സുഹൃത്താണ്. അതാണ്, എല്ലാവരും ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് ഓൺ സ്റ്റേജ് അല്ലേ? ഓക്കെ. സോ യെസ്, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ ഓടി വന്നു. ഒത്തിരി തിരക്കുള്ള സമയമാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കപ്പ് നേടിയതിനു ശേഷം ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ അനുവിന്റെ പ്രോഗ്രാം അല്ലേ? യെസ്, നല്ലൊരു കൈയിടം. നമുക്ക് ആ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ? താങ്ക് യു. ആൻഡ് അനു, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഒലിവിയ ഈ പറയുന്ന സിൽവർ ജ്വല്ലറിയുടെ ഇനാഘോഷം ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇനാഘോഷനാണ്. അതെ, കൊച്ചിയിൽ. അതെ, ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സന്തോഷം. ഇപ്പം ഷിയാസ്കയുടെ ഫ്രണ്ടാണ് ഷെഫീക്ക അല്ലേ? ഷെഫീക്ക. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതെ, ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വിശ്വാസം അറിയിക്കുകയാണ്. അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു, നല്ല കളക്ഷൻസ് ആണ്. ഞാനൊരു സിൽവർ ജ്വല്ലറിയുടെ ഒരു ഫാൻ കൂടിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സോറി, ഇത് ഫസ്റ്റ് ബ്രാഞ്ച് അല്ലേ? തേർഡാണോ? ഓക്കെ, തേർഡ് ബ്രാഞ്ചാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഷിയാസ്ക പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാനങ്ങനെ വലിയ എൻ്റെ വീട് പെരുമ്പോഴാണ്. അപ്പോൾ ആലുവയ്ക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമല്ല, ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവയിലും പെരുമ്പാവൂരിലും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ കൊണ്ടുവരണം അനുമോളെ ആഫ്റ്റർ ബിഗ് ബോസ് ശേഷം. അതിന് മുമ്പ് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. പെരുമ്പാവൂരും ഈ ആലുവയിലൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി പാർലറാണെങ്കിലും അനുമോള് തന്നെയാണ് ഒരു എന്താ പറയുക, ഒരു ലേഡി ആർട്ടിസ്റ്റിനോട് ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം. അത് ഷെഫീഖിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഷെഫീഖ് എൻ്റെ അടുത്ത് ഈ അനു ബിഗ് ബോസിലുള്ള സമയത്ത് എന്നോട് പറയുന്നു, അയ്യ അനുമോളെ നമുക്ക് കൊണ്ടുവരണം, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവളെ കൊണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവള് കപ്പെടുത്ത് പുറത്ത് വരാണെങ്കിൽ കുറേ ടൈം എടുക്കും, അല്ലാതെ കപ്പെടുക്കാതെ പുറത്ത് വരാണെങ്കിൽ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു. ഈ കട എടുത്ത് പണി കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു. പിന്നെ അതിനിടയിൽ പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ടു പോയി. അപ്പോൾ പിന്നെ ഇവൻ പറയണം, നമുക്ക് ഹണി റോസിനാക്കിയാലോ ലിച്ചീനാക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് സജഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ആര് വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവൾക്ക് വിന്നറാക്കി. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വിന്നറായപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ആരെയൊന്നും നോക്കിയില്ല. 2 ദിവസം നീണ്ടു 3 ദിവസം നീണ്ടുപോയാലും കുഴപ്പമില്ല, ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഈ ഒരു സ്ഥാപനത്തിൽ അനുമോളോട് കൊണ്ടുവരാൻ കഴിഞ്ഞാലും
അപ്പൊ എന്തായാലും ഭയങ്കര ഒരു കാര്യം പറയാം. എന്താന്ന് പറ. നീ ഒന്നാമത് നീ എന്തിനും പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് അതിന് മേളിൽ പറയാനുള്ളതാണ്. അതാണ്. അല്ല അങ്ങനെയല്ല, 3 മാസം വീട്ടിനകത്തായതുകൊണ്ട് ഇനാഘോഷത്തിന് പോകുമ്പോൾ സംസാരിക്കാൻ എനിക്ക് എന്തോ ടെൻഷൻ പോലെ. ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, 100 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും. ഇന്നലെ ഇനാഘോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയല്ല, പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഇതുവരെ. ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്നാണ് ഇറങ്ങുന്നത്. എല്ലാരെയും കണ്ടപ്പോ എന്തോന്നറിയില്ല, ഫസ്റ്റ് ടൈം എന്താ പറയുക ഇനാഘോഷം ചെയ്യുന്ന ഒരു ടെൻഷനൊക്കെ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടി നിൽക്കുന്നത്. അധികം സംസാരിക്കണ്ട, കാര്യം ബിഗ് ബോസ് കഴിഞ്ഞല്ലേ ഈ കിടക്കാണ്. അടുത്ത സീസൺ വരെ ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത സീസൺ കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് സംസാരിക്കാം. കാര്യം ഇനി അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റിനെ പറ്റി സംസാരിക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ സീസൺ 7 ആയി. ഞാൻ സീസൺ 1 പോയതാണ്. ഇനി എത്ര സീസൺ ആയാലും സീസൺ 7 വിന്നർ ഒരാളുണ്ടാവുള്ളൂ, അത് നീ തന്നെയാണ്. അപ്പോൾ എന്നും എനിക്ക് പ്രൗഡോടെ പറയാം. ഞാൻ എപ്പോഴും പറയുന്നു, ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു പ്രൊഫൈല് പറയുകയാണെങ്കിൽ സിനിമ നടി എന്നുപരി, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നൊരുപരി, അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നതുപരി ബിഗ് ബോസ് പറയാൻ പറ്റും, വിന്നർ എന്ന് പറയാൻ പറ്റും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ബിഗ് ബോസ് സീസൺ 1 സെക്കൻഡ് എന്നൊക്കെ പറയും. ഇവിടെ പറയാറില്ല, കാര്യം ഇവിടെ ഒരു കാലത്തും തന്നെ ഒരു ഇതില്ല. പുറത്ത് കേരളത്തിൽ ചെല്ലുമ്പോൾ അത് കേരളത്തിനേക്കാൾ പുറത്ത് ചെല്ലുമ്പോൾ അവർ എൻ്റെ ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോകുമ്പോൾ ആൾ കൊള്ളാലോ എന്നൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ അത് റോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു നിറഞ്ഞ കൈകളി. വിജയിച്ചു. എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കണ്ടേ. അപ്പം എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. എനിക്ക് അല്ലേ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഒരുപാട് നിൽക്കാനും പറ്റില്ല, തൊട്ട് റോഡൊക്കെ പോക്കും, പോലീസുകാരൊക്കെ ഉണ്ട്. ഈ അളിയന്റെ പേരിൽ കേസും വരും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുള്ള പരിപാടികളുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എന്താ പറയുക വോട്ട് ചെയ്തു. എന്താ പറയുക നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു, നമ്മൾ 3 മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല. സങ്കടം എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതും കഴിയുന്നതും. അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു, പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നു എന്നും നമ്മൾ വിചാരിക്കുന്നതല്ല. പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പുറത്ത് ഔട്ട് എന്താണെന്നുള്ളതെന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ടെൻഷനൊന്നുമില്ല, ഹാപ്പിയാണ് ഞാൻ. പിന്നെന്ന് പറഞ്ഞാല് എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചു. എന്നെ അറിയാത്തവർ കുറച്ചും കൂടി എന്നെ നന്നായിട്ട് അറിഞ്ഞു. എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ. എന്തായാലും എല്ലാവരുടെയും മുഖം കാണുമ്പോൾ എന്താ പറയുക സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലും എനിക്ക് അതിനൊരു ഇനാഘോഷം വരുമ്പോൾ അധികം ആള് വരാത്തതാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഇത്രയും എന്താ വരുമോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ല പൊതുവെ അങ്ങനെ കാണാറില്ല. ഞാൻ വരുമ്പോഴല്ല, അല്ലാതെ വരുമ്പോ ആരെങ്കിലൊക്കെ. ഞാൻ ഇപ്പോഴും പറഞ്ഞു അങ്ങനെയൊന്നുമില്ലല്ലോ, ആര് വന്നാലും ഇവിടെ ആലുവയുള്ള ആളുകൾ ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് ആലുവക്കാര് കൈയടിച്ച് പെരും സ്നേഹമാണ്. അല്ല ആലുവക്കാര് മാത്രല്ല തോന്നുന്നു. സാധനത്തൊക്കെ പോയാ സാധനത്തൊക്കെ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ പോയാ ആദ്യ ലക്ഷങ്ങൾ പോയിണ്ടാവും. ആലുവക്കാര് മാത്രല്ല തോന്നുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? എവിടെന്നാ? ഡൽഹിന്നോ? ഡൽഹി തന്നെ കാണാൻ വേണ്ടി വന്നതാണോ? സത്യം പറഞ്ഞു ബിഗ് ബോസ് ഫാൻ ഡൽഹി ഡൽഹി ബ്രോയുടെ അടുത്തേക്ക് പോകട്ടെ. എല്ലാ ക്യാമറയും സകലமான ക്യാമറ ഡൽഹി ബ്രോയുടെ അടുത്തേക്ക് തിരിയിട്ട് വരുന്നതാണോ ഡൽഹിയില്? കള്ളം പറയില്ല ആരും. കൊച്ചിയിലുള്ളവര് He's from Delhi. Please clap your hands for him. ഞാൻ ഫാനാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നോക്കിയിട്ട് 5 മണിക്ക് ഓൾ ഇന്ത്യ സിൽവർ ഓപ്പണിംഗ് ആണ്, അതായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ അവർ സിയാസ്ക പറഞ്ഞു അനുമോള് വന്നിട്ടുണ്ട്, അപ്പോ ബിഗ് ബോസ് വിന്നറാണ്. മുമ്പ് പരിചയമില്ല, പക്ഷെ സിയാസ്ക പറഞ്ഞിട്ട് നമുക്ക് പരിചയം. അതാണ്. ഓക്കെ, താങ്ക് യു. പേരൊന്നും പറയാം. എൻ്റെ പേര് മോമിൻ മലിക്. ഞാൻ ഹിന്ദിയാണ്
ഫ്രോം ഡൽഹി, പക്ഷേ ഞാൻ സെറ്റിൽ ആണ് ഇവിടെ ആലുവ. ഓക്കെ, നല്ലൊരു കൈ കൊടുത്തു എല്ലാവരും. ഇതൊക്കെ മൊമെന്റ്സ് ആണോ? ദാറ്റ്സ് വണ്ടർഫുൾ മൊമെന്റ്സ് ചെയ്യാം. ഡൽഹിയിലുണ്ടോ പരിപാടി? ആലുവന്ന് വേറെ ഒരാൾ വന്നിട്ട് കോട്ടയത്ത് ഒരു 2 പെൺകുട്ടികൾ വന്നിരിക്കും. നല്ലൊരു കൈയ്യടി കൊടുക്കണം. പാവങ്ങള് സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്, ഫ്രീക്വൻസി ആണ് കാണുന്നത്. താങ്ക് യു സോ മച്ച്. ദുബായിന്നാ ആര് നുണ പറയുമ്പോ ഒരു മെനക്ക് വരാം. ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞ മാസം. വരും കോട്ടയത്ത് വന്നാണോ? ഇവിടെ ഇനാഘോഷം അറിഞ്ഞിട്ട് വന്നാണോ? ഫോളോ ചെയ്തിട്ടുണ്ട്. ആ, അപ്പൊ അങ്ങനെ അറിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓ, അങ്ങനെ. ഓക്കെ, പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? പേര് എന്താ പേര് പറഞ്ഞു? അശ്വതി. അശ്വതി അച്ഛനാണോ? നീമ്പോളി ആലുവ. അതല്ലേ താങ്ക് യു ബാബേ. അനുമോളെ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചേ ആ കുട്ടി. Hello Anumol, I am good biggest fan. You best wishes. താര ചെയ്തേ യോഹാൻ. യോഹാൻ അതാരാ? അച്ഛൻ മാറിയിട്ടാണോ? അയ്യോടാ, ഷാനവാസിക്കോ? ഷാനവാസിക്കോ? എന്തൊരു സമയം, എന്തൊരു സമയം. ഇഷ്ടായിട്ടോ? ഇഷ്ടായിട്ടോ? ഒരു ഉമ്മേരോ? ഉമ്മേരോ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ്. കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും എന്നോടും പറയായിരുന്നു, നീയും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണോ, തുടങ്ങണമെന്നുള്ളത് ആഗ്രഹമുണ്ട്. പക്ഷേ നടന്നില്ല. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാ, ഞാൻ പുറത്തു പോലും വിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പ്ലാച്ചി സ്റ്റോറാണ് പുതിയത്.